ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നോ ടീൽ ടു ടെൽ എന്ന സൗത്ത് കൊറിയൻ ഡ്രാമയുടെ 2ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിലായിട്ട് നമ്മുടെ നായികയായിട്ടുള്ള ഒരു ഗുമിഹോ, അതായത് ഒരു 9 ടീൽഡ് ഫോക്സ്, നമ്മുടെ കങ് സിയോൾ എന്ന നായകന്റെയും വൂസിയോക്ക് എന്ന അവന്റെ ഫ്രണ്ടിന്റെയും ലൈഫിലേക്ക് വരുന്നതും, അതുപോലെ തന്നെ പവർഫുൾ ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ ഉപയോഗിച്ച് അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുത്ത് പൈസ ഉണ്ടാക്കി അങ്ങനെ ലാവിഷായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഗുമിഹോയുടെ ആ ഒരു ലൈഫും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട് നിർത്തിയതാണ്. അങ്ങനെ ഈ ഒരു സീൻ തുടങ്ങുമ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ആ ഒരു ബിസിനസ്മാൻ റിക്വസ്റ്റ് ചെയ്തതുപോലെ കങ് സിക്കിന്റെ വൂസിയോക്കിന് ആക്സിഡന്റ് ആകുന്ന ആ ഒരു മെമ്മറി അവന്റെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാനായിട്ട് ഗുമിഹോ അവിടേക്ക് എത്തുന്നുണ്ടെങ്കിലും പെട്ടെന്ന് അവൾ ബോധം കെട്ട് പോവാണ്. മാത്രല്ല അവിടുന്ന് എണീക്കുന്ന അവൾക്ക് അവളുടെ പവേഴ്സ് ഒന്ന് വീക്കായ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ തന്റെ പവേഴ്സ് പെട്ടെന്ന് എന്താണ് വീക്ക് ആയതെന്നും അതുപോലെ തന്നെ തലേ ദിവസം പേഗൺ അവൾക്ക് കുറെ വാർണിംഗ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. സോ എന്താണ് അവൾക്ക് സംഭവിക്കുന്നതെന്ന് അറിയാനായിട്ട് അവൾ നേരെ പേഗണിനെ ചെന്ന് കണ്ട് അവനോട് കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് അവള് ഇങ്ങനെ ഫേറ്റുകളൊക്കെ മാറ്റിയ കാരണം കൊണ്ട് മരണപ്പെടാൻ പാടില്ലാത്ത ഒരാൾ മരിക്കേണ്ടി വന്ന കാര്യം പേഗൺ അവളുടെ അടുത്ത് പറയുന്നത്. ഇതേ നേരം തന്നെ അവളുടെ ആ ഒരു ക്ലൈന്റ് ആയിട്ടുള്ള ബിസിനസ്മാൻ ആയ ലിയോന്റെ അസിസ്റ്റന്റും ആൾക്കാരും കൂടി ചേർന്ന് ഒരാളെ കുഴിച്ചിടുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. സോ തന്റെ ഭാഗത്തു നിന്ന് വലിയൊരു മിസ്റ്റേക്ക് ഉണ്ടായെന്ന് മനസ്സിലാക്കുന്ന അവള് ഇപ്പൊ നേരെ തന്നെ കങ്ങിന്റെ അടുത്ത് ചെന്ന് അവനെ കണ്ടിട്ട് അവനോട് തനിക്ക് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ടെന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അവനാകട്ടെ തന്റെ ബസ്സും പോയി എന്ന് പറഞ്ഞിട്ട് അവളെ ആകട്ടെ ഒട്ടും തന്നെ മൈൻഡ് വെക്കുന്നുണ്ടായിരുന്നില്ല. സോ എങ്ങനെയെങ്കിലും അവനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവളിപ്പോ താൻ അങ്ങനെ സാധാരണ ഒരു മനുഷ്യനൊന്നും അല്ലെന്ന് പറഞ്ഞിട്ട് അവളുടെ പവേഴ്സൊക്കെ അവന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു പവേഴ്സിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് വളരെ എളുപ്പത്തിൽ ടെലിപ്പോർട്ടേഷൻ നടത്തിയിട്ട് അവനെ അവളുടെ വീട്ടിലേക്ക് എത്തിക്കുകയാണ്. ഇതിലൂടെ അവൾ അങ്ങനെ വെറും സാധാരണ ഒരു മനുഷ്യനല്ലെന്നുള്ള കാര്യം അവൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ അവൾ പറയുന്ന കാര്യം അവരുടെ അടുത്ത് പറയുന്നുണ്ട്. കാര്യം അവള് ഒരു 9 ടീൽഡ് ഫോക്സ് ആണെന്നും തനിക്ക് മനുഷ്യരെന്തെങ്കിലും ആഗ്രഹങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കുന്നതിനായിട്ടുള്ള എബിലിറ്റീസ് ഒക്കെ ഉണ്ടെന്നും, പക്ഷെ ഒരാഗ്രഹം വിഷ് ചെയ്യാത്ത നിലയിൽ തനിക്കൊരിക്കലും ഒരു മനുഷ്യന്റെ ലൈഫിൽ ഇടപെടാൻ സാധിക്കില്ലെന്നും അവളിപ്പോൾ അവന്റെ അടുത്ത് പറയുന്നുണ്ട്. മാത്രമല്ല നേരത്തെ ആ ഒരു ലിയോന്റെ കാര്യത്തിൽ തനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയെന്നും അതുകൊണ്ടാണ് എന്റെ പവേഴ്സ് ഒക്കെ ഇങ്ങനെ കുറഞ്ഞു പോയതെന്നും അതിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇന്നലെ വൂസിയോക്കിനെ ആ ഒരു കാർ കൊണ്ടിടിച്ചത് ലിയോൺ ആണെന്നുള്ളൊരു കാര്യം എല്ലാവരും അറിയണമെന്ന് നീ എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാനുമായിട്ട് അവൾ ആവശ്യപ്പെടുന്നുണ്ട്. കാരണം ഇങ്ങനെ ഒരു മനുഷ്യന്റെ റിക്വസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അവൾക്ക് ഈ ഒരു കാര്യത്തിൽ ഇടപെട്ട് തന്റെ ഭാഗത്തു നിന്നുണ്ടായ ആ ഒരു തെറ്റിന് ഒരു പരിഹാരം ചെയ്ത് തന്റെ പവേഴ്സ് ഒക്കെ റീഗെയിൻ ചെയ്തെടുക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. സോ അങ്ങനെ പിന്നീട് നമ്മളെ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരിക്കുന്ന ലിയോണിനെയാണ്. കാരണം തലേ ദിവസം കങ് തന്റെ ഫ്രണ്ടിനെ കണ്ടുപിടിക്കണമെന്ന് വിഷ് ചെയ്ത കാരണം കൊണ്ടായിരിക്കാം പോലീസുകാർക്ക് വേണ്ടത്ര എവിഡൻസ് ഒക്കെ കിട്ടിയിട്ട് അവരിപ്പോൾ അവനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. പക്ഷെ എങ്ങനെയൊക്കെയോ പോലീസുകാരെയും റിപ്പോർട്ടേഴ്സിനെയൊക്കെ ഒതുക്കിയിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഇന്നലെ രാത്രി മൗണ്ടെയിൻ സൈഡിൽ നിന്ന് ഒരു ബോഡി കിട്ടിയ കാര്യം ന്യൂസിലൂടെ അവൻ അറിയുന്നത്. ഇങ്ങനെ ഈ ഒരു കാര്യം കേൾക്കുമ്പോഴേക്കും അവൻ പെട്ടെന്ന് ഞെട്ടിത്തെറിച്ച് പോകുന്നുണ്ടെങ്കിലും തൊട്ടടുത്ത നിമിഷം തന്നെ അവന്റെ കാറ് പെട്ടെന്ന് കൺട്രോൾ ഇല്ലാണ്ട് ഡയറക്ഷൻ മാറി പോകുന്നുണ്ട്. നോക്കുമ്പോൾ മറ്റാരുമല്ല നമ്മളുടെ ഗുമിഹോ തന്നെ അവന്റെ അടുത്ത് വന്നിട്ട് അവന്റെ അസിസ്റ്റന്റിനെ കൺട്രോൾ ചെയ്ത് വളരെ സ്പീഡിൽ ആ ഒരു കാർ ഡ്രൈവ് ചെയ്ത് പോവാണ്. മാത്രമല്ല ഇനി നീ എനിക്ക് ഡബിൾ ദി എമൗണ്ട് പേ ചെയ്ത് തരാണെങ്കിലും ഒരിക്കലും എന്റെ ക്ലൈന്റ് ആയിരിക്കില്ലെന്ന് ഇപ്പോൾ അവള് ലിയോണിനടുത്ത് പറയുന്നുണ്ട്. കാരണം അന്ന് ലിയോണിന്റെ ആഗ്രഹപ്രകാരം അവള് ആ ഒരു വോട്ടേഴ്സ് മീറ്റിങ്ങിനൊക്കെ വന്നിട്ട് വോട്ടിങ്ങിന്റെ ഒക്കെ മാറ്റി ലിയോണിനെ ജയിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് കാരണം കൊണ്ട് തന്നെയാണ് അന്ന് അവൻ കുടിച്ചു വന്ന് പാകം വഴിക്കൂടെ പോയിട്ടുണ്ടായിരുന്ന വൂസിയോക്കിനെ കാറിടിച്ച് വീഴ്ത്തുന്നത്. എന്നിട്ട് ആ ഒരു കേസിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് അവൻ ഒരു പാവം ലേബറിനെ ഈ ഒരു കുറ്റം ഏൽപ്പിക്കാനായിട്ട് നോക്കിയെങ്കിലും അദ്ദേഹം ആകട്ടെ ആ ഒരു കുറ്റം ഏൽക്കാനായിട്ട് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ദേഷ്യം വരുന്ന അവന്റെ കയ്യിൽ കിട്ടിയ ഒരു ഗ്ലാസിന്റെ പ്ലേറ്റ് എടുത്തിട്ട് ആ ഒരു ലേബറിന്റെ തലയിൽ ഇടിച്ച് അവനെ കൊലപ്പെടുത്തി കളയുന്നുണ്ട്. മാത്രമല്ല ഇയാളുടെ ബോഡിയാണ് നേരത്തെ അവന്റെ അസിസ്റ്റന്റ് കുഴിച്ചിടുന്നത് നമ്മളെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇതേ കാര്യം തന്നെയാണ് ആ ഒരു ന്യൂസിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും ആയി നമ്മളെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. സോ ബേസിക്കലി ഇവന്റെ ആ ഒരു ഫേറ്റ് ഇവള് മാറ്റിയ കാരണം കൊണ്ടാണ് വൂസിയോക്കിന്റെ ആക്സിഡന്റ് മുതൽ ആ ഒരു പാവപ്പെട്ട മനുഷ്യന്റെ മരണം വരെ നടന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവളുടെ പവേഴ്സ് വീക്കണായി പോയിട്ടുണ്ടായിരുന്നത്. സോ ഇതിനൊക്കെ കാരണം ലിയോൺ ആയതുകൊണ്ട് ഇനി മുതൽ നിന്റെ ആ ഒരു വായിൽ നിന്ന് ഒരിക്കലും നുണ പുറത്തേക്ക് വരില്ലെന്നും നീ പറയുന്നതെല്ലാം സത്യമായിരിക്കുമെന്നും അവളിപ്പോൾ അവനെ കേഴ്സ് ചെയ്തിട്ട് അവിടെ നിന്ന് പോവാണ്. സോ അതുകൊണ്ട് തന്നെ അവളുടെ ആ ഒരു സ്പെല്ലിന്റെ ശക്തി കാരണം കൊണ്ട് പിന്നീട് റിപ്പോർട്ടേഴ്സ് അവനോട് ആ ഒരു ആക്സിഡന്റിനെ പറ്റി ചോദിക്കുമ്പോൾ ഞാൻ തന്നെയാണത് ചെയ്തതെന്നും ഞാൻ വേറൊരാളെ കൊന്നു എന്നുള്ള സത്യവും അവൻ പറയുന്നുണ്ട്. അവൻ എത്രയൊക്കെ അതിനെ കൺട്രോൾ ചെയ്യാൻ നോക്കിയാലും അവളുടെ ആ ഒരു സ്പെല്ലിന്റെ ശക്തിയിൽ അവനത് തന്നെ പറഞ്ഞു പോവാണ് ഉണ്ടാവുന്നത്. സോ അങ്ങനെ തെറ്റ് ചെയ്ത് ലിയോണിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് അവന് തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടുന്ന കാരണം കൊണ്ട് അവളുടെ പവേഴ്സ് വീണ്ടും ബാലൻസിലേക്ക് വരുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. മാത്രമല്ല പിറ്റേ ദിവസം നേരെ തന്നെ കങ്ങിനെ ചെന്ന് കണ്ടിട്ട് നീ ഒരു വിഷ് ചെയ്ത കാരണം കൊണ്ടാണ് തനിക്കൊരു പ്രോബ്ലം സോൾവ് ആക്കാൻ പറ്റിയെന്നും പറഞ്ഞിട്ട് അവനൊരു പെട്ടി സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട്. നിനക്ക് ഇത് ഫ്യൂച്ചറിൽ തന്നെ ആവശ്യം വരുമെന്നും അവൾ പറയുന്നുണ്ട്.
ഇന്നേരമാണ് അവൻ അവളുടെ പേര് ചോദിക്കുന്നതും അവള് ഓൺ ഹോ എന്നാണ് തന്റെ പേരെന്നും അവന്റെ അടുത്ത് പറയുന്നതും. മാത്രമല്ല ഇപ്പൊ അവള് അവന്റെ മുമ്പിലേക്ക് ഒരു ബിസിനസ് കാർഡ് എടുത്തു വെച്ചിട്ട് ഫ്യൂച്ചറിൽ നീ റിച്ച് ആവുമെന്നും അപ്പം നിനക്ക് ഒരു കാർഡ് ആവശ്യം വരുമെന്നും നിന്റെ ഏതെങ്കിലും ഒരു വിഷ് സാധിച്ചു തരാനായിട്ട് നിനക്ക് എന്നെ വിളിക്കാമെന്നും അവള് പറയുന്നുണ്ട്. പെട്ടെന്നാണ് അവന്റെ അടുത്തേക്ക് ഇപ്പൊ ഹൊങ് എന്നൊരു ലേഡി കടന്നു വരുന്നത്. അവളാകട്ടെ ഫുട്ബോൾ അസോസിയേഷന്റെ ലീഡർ ആണെന്ന് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം അവനെ നാഷണൽ ആയിട്ടുള്ള ഫുട്ബോൾ ടീമിലേക്ക് സെലക്ഷൻ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം അവള് പറയുന്നുണ്ട്. ശരിക്കും വൂസിയോക്കിന് ഒരു റീപ്ലേസ്മെന്റ് ആയിട്ടാണ് അവൻ പോകുന്നത് എന്നവൻ അറിയാമെങ്കിലും ഒരു നാഷണൽ ടീമിൽ കയറണം എന്നുള്ള അവന്റെ ആഗ്രഹം സാധിക്കുന്നത് കണ്ടിട്ട് അവൻ ഒത്തിരി ഹാപ്പി ആകുന്നുണ്ട്. അങ്ങനെ ഇത് കേൾക്കുന്ന അവൻ വേഗം തന്നെ വൂസിയോക്കിനെ ചെന്ന് കാണുന്നുണ്ട്. അവൻ അങ്ങനെ പോകുന്നതിൽ നിനക്ക് വിഷമമുണ്ടോന്നും ശരിക്കും നീ ആയിരുന്നില്ലേ അത് യോഗ്യനെന്നൊക്കെ പറഞ്ഞ് അവൻ സംസാരിക്കുമ്പോൾ അതൊന്നും കുഴപ്പമില്ലെന്നും തനിക്ക് കുറച്ചു നാളത്തെ റെസ്റ്റിന് ശേഷം തനിക്കും അതിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമെന്നും അവൻ വളരെ സിൻസിയർ ആയിട്ട് നമ്മുടെ കങ്ങിന്റെ അടുത്ത് പറയുന്നുണ്ട്. മാത്രമല്ല അവനൊരു നാഷണൽ ചാമ്പ്യനായി കാണാനായിട്ട് ഞാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം അവൻ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കങ്ങ് അവന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടിയിട്ട് കൊറിയയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് പിന്നീട് നമ്മളെ കാണിക്കുന്നത് 9 വർഷത്തിന് ശേഷമുള്ള കാര്യമാണ്. ഇപ്പോൾ യൂൻഹോ എന്ന നമ്മുടെ ഗുംഹോനെ കാണിക്കുമ്പോൾ ഇപ്പൊ അങ്ങനെ ക്ലയന്റിന്റെ കേസുകളൊന്നും എടുക്കാണ്ട് അവൾ കുറെ നാളത്തെ റെസ്റ്റിന് ശേഷം അവളുടെ ലൈഫ് അങ്ങനെ ആസ്വദിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴാണ് തന്റെ അക്കൗണ്ടിൽ അങ്ങനെ ഒരുപാട് പൈസ ബാക്കി ഇല്ലാത്ത കാര്യം അവൾ തിരിച്ചറിയുന്നത്. സോ ഇനി ഇങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റില്ലെന്നും അടുത്ത് റിച്ച് ആയിട്ട് ഒരാളെ കണ്ടുപിടിച്ചിട്ട് അയാളുടെ ആഗ്രഹം നടത്തി കൊടുത്ത് പതിവ് പോലെ പൈസ ഉണ്ടാക്കണം എന്നുള്ള കാര്യം അവൾ തീരുമാനിക്കുന്നുണ്ട്. ഇതേ നേരം നമ്മുടെ കങ്ങിനെ കാണിക്കുകയാണെങ്കിലോ അവനിപ്പോ ഒരു നാഷണൽ ടീമിന്റെ തന്നെ ക്യാപ്റ്റൻ ആണെന്ന് മാത്രമല്ല ഹിസ്റ്ററിയിൽ തന്നെ മാർക്ക് ചെയ്യപ്പെടാവുന്ന വളരെ എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ കൂടിയാണ്. ഇപ്പൊ തന്നെ ഒരു വലിയൊരു മാച്ച് നടന്നിട്ട് അതിൽ ജയിച്ചതിന്റെ ആഘോഷത്തിലാണ് അവനും അവന്റെ ടീം മെമ്പേഴ്സ് എല്ലാവരും. പക്ഷെ ആള് ഇപ്പോഴും പണ്ടത്തെ പോലെ അല്ല കേട്ടോ. ഇപ്പൊ അവൻ കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആയതുകൊണ്ട് തന്റെ ലൈഫിലും ബാക്കിയുള്ള പ്ലെയേഴ്സിന്റെ ലൈഫിലും കൃത്യമായിട്ട് ഒരു റുട്ടീനൊക്കെ കൊണ്ടുവന്ന് കറക്റ്റ് ആയിട്ടുള്ള ഉറക്കം, നല്ല രീതിയിലുള്ള ഫുഡ്, അങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്ത് എല്ലാ വിധത്തിലുള്ള കെച്ചപ്പും മയോനൈസും ജങ്ക് ഫുഡ്സും ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് അങ്ങനെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ലൈഫാണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല വേൾഡ് മുഴുവൻ ഫേമസ് ആയിട്ടുള്ള അവൻ ഇപ്പൊ തെയിംസ് എന്ന ഒരു ഫുട്ബോൾ ക്ലബ്ബുമായിട്ട് 5 വർഷത്തേക്ക് ഉള്ളൊരു കോൺട്രാക്ട് പോലും അവൻ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവന്റെ ഈ പെട്ടെന്നുള്ള ആ ഒരു ഗ്രോത്തും വളർച്ചയൊക്കെ ലോകമെമ്പാടുമുള്ള അവന്റെ ഫാൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഈ ഒരു ന്യൂസൊക്കെ കാണുന്ന നമ്മുടെ ഗുമിഹോ ആകട്ടെ ഇവനിപ്പോ വളരെ ഹൈ പേയ്മെന്റ് കിട്ടുന്ന ഒരു അത്ലറ്റ് ആയത് കാരണം കൊണ്ട് തന്നെ ഇനി തന്റെ അടുത്ത ക്ലയന്റ് അവൻ തന്നെ ആയിരിക്കണമെന്നും തീരുമാനിക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പൊ നമ്മൾ കൊറിയയിൽ നോക്കുകയാണെങ്കിൽ എല്ലായിടവും ടിവിയിലും ബസ് സ്റ്റോപ്പിലും എന്തിനു പറയുന്നു ഫുഡിൽ പോലും അവന്റെ പേരും ഫോട്ടോയും ഒക്കെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അങ്ങനെ സക്സസിന് മുകളിൽ സക്സസോട് കൂടിയിട്ട് കങ്ങിന്റെ ലൈഫ് അങ്ങനെ അടിപൊളിയായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിലും നമ്മുടെ വൂസിയോക്കിന്റെ കാര്യം നേരെ തിരിച്ചാണ് കേട്ടോ. എന്ന് വെച്ചാൽ കഴിഞ്ഞ എപ്പിസോഡിൽ വളരെ റിച്ച് ആയിട്ടുള്ള ഒരു കുട്ടിയായിട്ടാണ് വൂസിയോക്കിന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോ അന്ന് നടന്ന ആ ഒരു ആക്സിഡന്റിന് ശേഷം തനിക്ക് മര്യാദയ്ക്ക് കളിക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് ഫുട്ബോളൊക്കെ അവൻ ക്വിറ്റ് ചെയ്തതായിട്ടും അവന്റെ ലൈഫിൽ തന്നെ പോയ രീതിയിലാണ് വൂസിയോക്ക് ഇരിക്കുന്നത്. ഇപ്പൊ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് അവൻ കളിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്ന ട്രോഫീസ് ഒക്കെ അവന്റെ അച്ഛൻ എടുത്ത് കളയാനായിട്ട് ഒരുങ്ങി നിൽക്കുന്നുണ്ട്. തനിക്ക് എന്താണ് കങ്ങനെ പോലെ എത്താൻ സാധിക്കാതിരുന്നതെന്നും താൻ ഫെയിൽ ആയി പോയതെന്നും പറഞ്ഞിട്ട് അവനിപ്പോ അവന്റെ അച്ഛൻ്റെ അടുത്ത് സോറിയൊക്കെ ചോദിക്കുമ്പോൾ നീ അങ്ങനെ വിഷമിക്കൊന്നും വേണ്ടെന്നും നീയും ഒരു കാലത്ത് ഉയർത്ത് എഴുന്നേറ്റ് വരുമെന്നും അവന്റെ പപ്പ ഇപ്പൊ അവനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഇതേ സമയത്താണ് നമ്മുടെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള എക്സ്ട്രാ ടാലന്റഡ് ആയിട്ടുള്ള കങ് ഇപ്പൊ കൊറിയയിലേക്ക് തിരിച്ച് എത്തുന്നത്. അവനിപ്പോ ഏറ്റുവാങ്ങിക്കാനായിട്ട് അവന്റെ ഫാൻസായ ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ എയർപോർട്ടിൽ തിങ്ങിക്കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഇടയിലിപ്പോ അവനെ കാണാനായിട്ട് നമ്മുടെ ഗുമിഹോയും എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ അടുത്ത് കിട്ടുമ്പോൾ നിന്നെ കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ എന്ന് അവള് പറയുമ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അവൾ കണ്ട കാരണം കൊണ്ട് തന്നെ അവളുടെ ആ ഒരു മുഖം മനസ്സിലാവാത്തതുകൊണ്ട് അവളുടെ ഡ്രസ്സിൽ ഇപ്പൊ സൈൻ ചെയ്തിട്ട് അവൻ അവളെ മൈൻഡ് ചെയ്യാണ്ട് പോകുന്നുണ്ട്. സോ ഈ ഒരു കാര്യം കണ്ടിട്ട് വളരെ ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുണ്ടായിരുന്ന നമ്മുടെ ഗുമിഹോയ്ക്ക് ദേഷ്യം വന്നിട്ട് പബ്ലിക്കായിട്ട് അവളുടെ മാജിക് വെച്ചിട്ട് അവന്റെ സ്യൂട്ട് കേസ് തുറന്നിട്ട് അവനെ പറ്റി തന്നെ എഴുതിയിട്ടുള്ള അവന്റെ ഓട്ടോബയോഗ്രഫി ബുക്കിൽ കുത്തിക്കോരി വരച്ചിട്ടിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതേ നേരം തന്നെ നമ്മുടെ വൂസിയോക്കിനെ കാണിക്കുകയാണെങ്കിൽ അവൻ ഇപ്പോഴും ഫുട്ബോൾ എന്ന തന്റെ പാഷൻ വിടാൻ സാധിക്കാത്ത കാരണം കൊണ്ട് അവൻ ക്വിറ്റ് ചെയ്ത ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റനെ തന്നെ അവൻ വീണ്ടും പോയി കണ്ടിട്ട് തനിക്ക് ഒരു അവസരം കൂടി തരാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അവനിപ്പോ വലിയ ഏജ് ആയതുകൊണ്ട് തന്നെ ഇനി അവന് അതിനുള്ള ചാൻസ് ഇല്ലെന്ന് പറഞ്ഞ് ആ ഒരു കോച്ച് അവൻ അവിടെ നിന്ന് പറഞ്ഞ് അയക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ഇത്രയും പൈസയൊക്കെ കിട്ടിയ നമ്മുടെ കങ് ആകട്ടെ തന്റെ ലക്ഷറി ആയിട്ടുള്ള അപ്പാർട്ട്മെന്റിൽ അവന്റെ മസിൽസ് ഒക്കെ ഒന്ന് സൂത്താക്കാൻ വേണ്ട ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന നേരം പെട്ടെന്ന് ഗുമിഹോ ആ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പെട്ടെന്ന് അവളെ കണ്ടിട്ട് അവനൊന്ന് ഞെട്ടിപ്പോകുന്നുണ്ടെങ്കിലും കുറച്ചു നേരം നോക്കുമ്പോൾ അവൾ വീഡിയോ കണ്ടുപരിചയമുള്ളതുപോലെ അവൻ ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവർ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിക്കുമ്പോൾ അവനിങ്ങനെ ഒരു 90s ഫോക്സ് ആയിട്ട് പണ്ട് അവന്റെ ലൈഫിലേക്ക് വന്ന കാര്യങ്ങളൊക്കെ അവനിങ്ങനെ ഓർത്ത് എടുക്കുന്നുണ്ട്. അപ്പോഴാണ്
ഇപ്പോൾ അവൻ വളരെയധികം റിച്ച് ആയതുകൊണ്ട് തന്നെ തൻ്റെ ക്ലയൻ്റ് ആവാനായിട്ടുള്ള എല്ലാ ക്വാളിഫിക്കേഷൻസും അവനുണ്ടെന്നും അതുകൊണ്ട് നീ നിൻ്റെ ഒരു ആഗ്രഹം പറയണമെന്നും ഞാനത് സാധിച്ചു തരാമെന്നും പറഞ്ഞിട്ട് അവളിപ്പോൾ അവളുടെ കാർഡ് അവന് ഓഫർ ചെയ്ത് കൊടുക്കുന്നത്. സോ ഈ സമയം അവനിപ്പോൾ എന്തെങ്കിലും ഒരു ആഗ്രഹം പറയുമെന്നും അതിൻ്റെ പ്രതിഫലമായിട്ട് ഒരുപാട് പൈസ തനിക്ക് കിട്ടുമെന്നും അവളിങ്ങനെ മോഹിച്ചിരിക്കുമ്പോഴാണ് തനിക്ക് പ്രത്യേകിച്ച് ഒരു ആഗ്രഹമില്ലെന്ന് അവൻ പറയുന്നത്. സോ ഇത് കേട്ടിട്ട് നിനക്ക് അങ്ങനെയല്ലോ, നിനക്ക് എന്തെങ്കിലും ആഗ്രഹം എന്നോട് ചോദിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞ് അവൾ അവൻ്റെ അടുത്ത് ഒരുപാട് കമ്പൽ ചെയ്യുന്നുണ്ട്. എന്നിട്ടും അവൻ കൂട്ടാക്കാത്ത കാണുമ്പോൾ ഇപ്പം നിനക്ക് ആവശ്യമില്ലെങ്കിലും എന്തെങ്കിലും നിനക്കൊരു കാർഡ് ആവശ്യം വരുമെന്ന് പറഞ്ഞ് അവൾ അവൻ്റെ അടുത്ത് സംസാരിക്കുക തന്നെ പെട്ടെന്ന് അവൻ്റെ ഡോറിൻ്റെ ബെല്ല് ആരോ റിങ് ചെയ്യുന്നത് കേട്ടിട്ട് അവൻ പോയി നോക്കുന്നുണ്ട്. അപ്പോഴാണ് ഇപ്പോൾ അവിടേക്ക് ഒരു ഡെലിവറിയുമായിട്ട് വന്നിരിക്കുന്നത് മറ്റാരുമല്ല വൂസിയോക്ക് ആണെന്നുള്ള കാര്യം അവൻ തിരിച്ചറിയുന്നത്. ആക്ച്വലി നമ്മുടെ കങ്ങ് ഒരുപാട് തവണ വൂസിയോക്കിന് മെസ്സേജ് അയച്ച് അവൻ്റെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും വൂസിയോക്ക് അവനിപ്പോൾ ഇത്രയും ഫെയിൽഡ് ആയി പോയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന കാരണം കൊണ്ട് തന്നെ അവൻ്റെ ഫ്രണ്ടിനെ കാണാനായിട്ട് അവന് വലിയ മടിയായിരുന്നു എന്ന് മാത്രമല്ല മനഃപൂർവ്വം തന്നെ അവൻ നമ്മുടെ കങ്ങിനെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അവനെ കാണേണ്ടി വരുമ്പോൾ കങ്ങ് അവനെ വിളിച്ചിരുത്തി കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. എനിക്ക് ആ ഒരു ആക്സിഡന്റിന് ശേഷം ഫുട്ബോൾ കളിക്കാൻ പറ്റാഞ്ഞതും തന്റെ പാഷൻ തന്നെ അവസാനിച്ചു പോയതും ഇപ്പോൾ മര്യാദയ്ക്ക് ഒരു ജോലി പോലും ഇല്ലാണ്ട് അവൻ അങ്ങനെ വിഷമിക്കുന്ന കാര്യങ്ങളൊക്കെ അവൻ പറയുന്നത്. അങ്ങനെ വൂസിയോക്കിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കേൾക്കുന്ന അവന് പെട്ടെന്ന് അവന്റെ ടേബിളിൽ ഇരിക്കുന്ന നമ്മുടെ ഗുമിഹോടെ ആ ഒരു കാർഡ് കാണുമ്പോൾ പെട്ടെന്ന് ഒരു ഐഡിയ തോന്നുന്നുണ്ട്. അവിടെ നിന്ന് സ്ക്രീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത് പിന്നീട് നമ്മളെ കാണിക്കുന്നത് ഫ്ലൈറ്റിലെ ബിസിനസ് ക്ലാസ്സിൽ വളരെ ലക്ഷൂറിയസ് ആയിട്ട് ഞെട്ടി എണീക്കുന്ന വൂസിയോക്കിനെയാണ്. അവന്റെ അടുത്തായിട്ട് വൂസിയോക്കിന്റെ ഓട്ടോബയോഗ്രഫി ഇരിക്കുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ വളരെ ലക്ഷൂറിയസ് ആയിട്ട് ജീവിച്ചിരുന്ന നമ്മുടെ കങ്ങപ്പോ വളരെ സാധാരണയായിട്ടുള്ള ഒരു റൂമിൽ ഞെട്ടി എണീക്കുന്ന നമ്മുടെ കങ്ങിനിയുമായിരുന്നു. ഞാനിപ്പോ എവിടെയാണെന്ന് മനസ്സിലാവാണ്ട് എണീറ്റ് നടക്കുന്ന കങ്ങിന്റെ അടുത്തേക്ക് പെട്ടെന്ന് ഇപ്പൊ ഗുമിഹോ പ്രത്യക്ഷപ്പെട്ടിട്ട് അവന്റെ അടുത്ത് നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തന്നിട്ടുണ്ടെന്നും അതിനായിട്ട് നീ വലിയൊരു പ്രൈസ് കൊടുക്കേണ്ടി വരുമെന്നും പക്ഷെ ഏത് രീതിയിൽ ആ ഒരു വിഷ് സാധിച്ചു തരണമെന്ന് ഞാൻ മാത്രമാണ് തീരുമാനിക്കുന്നതെന്നും ഗുമിഹോ ഇപ്പൊ പറയുന്ന ഒരു സീനോട് കൂടിയിട്ട് ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഗൈസ്, ഈ എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ള കങ്ങിന്റെ ആ ഒരു വിഷ് എന്തായിരുന്നാലും ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നമ്മുടെ കങ്ങിന്റെയും അതുപോലെ തന്നെ വൂസിയോക്കിന്റെയും ലൈഫുകൾ ഫേറ്റുകൾ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുകയാണ്. ഇനി ഇവരുടെ ലൈഫിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാവാൻ പോകുന്നതെന്ന് അറിയാനായിട്ട് അടുത്ത എപ്പിസോഡ് വരുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കാം കേട്ടോ. സോ അടുത്ത എപ്പിസോഡായിട്ട് നാളെ വീണ്ടും കാണാം. ചിൽഡ്രൻ ടേക്ക് കെയർ ആൻഡ് ബൈ.